ഇന്ന് നമ്മള് ലയബിലിറ്റീനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ലയബിലിറ്റിയും അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കറന്റ് ലയബിലിറ്റിയും നോൺ കറന്റ് ലയബിലിറ്റിയും ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ലയബിലിറ്റി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. ഞാനൊരു ബൈക്ക് പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ആ ബൈക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എന്തില്ല? ക്യാഷ് ഇല്ല. ഓക്കെ. ഇത് ബൈക്കാണെന്ന് ജസ്റ്റ് ഇമാജിൻ. ഓക്കെ. അപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അടുത്തുള്ളൊരു ബാങ്കിൽ പോയിട്ട് ഒരു $50,000 ലോൺ എടുത്തു. ഓക്കെ. ഞാൻ എന്ത് ചെയ്തു? ഒരു ലോൺ എടുത്തു. ഓക്കെ. സോ ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ ഈ 50,000 റീപേ ചെയ്യണം അല്ലേ? ബാങ്കിന് ഞാൻ തിരിച്ചു കൊടുക്കണം. ഞാൻ ബാങ്കിന് ക്യാഷ് തിരിച്ചു കൊടുക്കണം. ഈ എമൗണ്ട് മാത്രമല്ല പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ആക്ച്വലി ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇനി ഡെഫിനിഷനിലോട്ട് വരാം. പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ടു ട്രാൻസ്ഫർ ആൻ എക്കണോമിക് റിസോഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്. അതായത് ഇവിടുത്തെ പാസ്റ്റ് ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ബാങ്ക് ലോൺ എടുത്തു ബൈക്ക് വാങ്ങാൻ. അതാണ് എൻ്റെ പാസ്റ്റ് ഈവൻ്റ്. ഇത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഇത് നടന്നു കഴിഞ്ഞു, ഓൾറെഡി ഹാപ്പൻഡ് ആണ്. ഈ പാസ്റ്റ് ഈവൻ്റ് കാരണം എനിക്കിപ്പോൾ ഒരു ഒബ്ലിഗേഷൻ ടു പേ ഉണ്ട് അല്ലേ? എനിക്കൊരു ബാധ്യതയുണ്ട്. ഈ ഒരു ക്യാഷ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബാധ്യതയുണ്ട്. സോ എന്താണ്? ഒരു ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്ഫ്ലോ ഉണ്ട്. അതായത് ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ $50,000 റീപേ ചെയ്യണ്ടേ? സോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ആൻ എക്കണോമിക് റിസോഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഈ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. സോ ഇതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് കറന്റ് ലയബിലിറ്റി എന്ന് നോക്കാം. കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ 12 മന്ത്സ് 12 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റിൽ ചെയ്യുന്നതായിട്ടുള്ള ലയബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറന്റ് ലയബിലിറ്റീസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ട്രേഡ് പേയബിൾസ്, അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു എന്നിട്ട് നമ്മൾ പറയുവാണ് ക്യാഷ് പിന്നെ തരാമെന്ന്. സോ അതാണ് ട്രേഡ് പേയബിൾസ്. അത് നമ്മൾ വിത്തിൻ 12 മന്ത്സ് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഷോർട്ട് ടേം ലോൺസ് വിത്തിൻ 12 മന്ത്സ് നമ്മൾ സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള ലോൺ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ടാക്സ് പേയബിൾസ് ഒക്കെയാണ് നമ്മുടെ കറന്റ് ലയബിലിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ആഫ്റ്റർ 12 മന്ത്സ്, അതായത് മോർ ദാൻ 1 ഇയർ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ടുള്ള ലയബിലിറ്റീസിനെയാണ് നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട ബാങ്ക് ലോണൊക്കെ. സോ ലോങ് ടേം ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, ലീസ് ലയബിലിറ്റി, ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ കറന്റ് ലയബിലിറ്റിക്ക് എക്സാമ്പിൾ. സോ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്. നമ്മുടെ എൻറ്റിറ്റിയുടെ എക്കണോമിക് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് കാരണം? ഒരു പാസ്റ്റ് ഈവൻ്റ് ഉള്ളത് കാരണം. സോ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ എക്കണോമിക് റിസോഴ്സിൻ്റെ ട്രാൻസ്ഫർ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവും. ആൻഡ് 2 ടൈപ്പ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ. സോ ഫസ്റ്റ് വൺ ഇസ് കറന്റ് ലയബിലിറ്റി, വിത്തിൻ 12 മന്ത്സ് സെറ്റിൽ ചെയ്യുന്നതായിട്ടുള്ള ലയബിലിറ്റി ആണ്. ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ മോർ ദാൻ 12 മന്ത്സിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള ലയബിലിറ്റീസ് ആണ്. സോ ഇതാണ് ലയബിലിറ്റീസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ. എന്താണ് ലയബിലിറ്റീസ് ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ കയ്യിൽ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളിത് എപ്പോഴാണ് പേ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എത്ര രൂപ പേ ചെയ്യണം എന്നോ നമുക്ക് അറിയുന്നുണ്ടാവില്ല.
സോ അങ്ങനെയുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് ഓഫ് അൺസർട്ടൈൻ ടൈമിംഗ് ഓർ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോൾ നമ്മൾ പേ ചെയ്യണം എന്നറിയില്ല. എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര രൂപ പേ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സിറ്റുവേഷൻസ്. സോ ഇങ്ങനെയുള്ള ലയബിലിറ്റീസ് നമ്മൾ IAS 37 കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. സോ അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൊവിഷൻസ്, അതുപോലെ തന്നെ രണ്ട് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. എന്താണ് പ്രൊവിഷൻസ് എന്നുള്ളതും അതുപോലെ തന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ളതും നമുക്ക് വഴിയെ നോക്കാം.